വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. നമ്മൾ പരീക്ഷണശാലയിൽ അമോണിയനെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം ടോപ്പിക്കിലോട്ട് കിടക്കാം. നോക്കാം. നമ്മൾ എന്താ ചെയ്തേക്കണേ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിലേക്ക് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്തേക്കണം കേട്ടോ. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്തിട്ട് നല്ലോണം ചൂടാക്കി. സാധാരണ ടെസ്റ്റ് ട്യൂബ് അല്ല, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. കാരണം എന്താ, ബോട്ടം റൗണ്ട് ആയിട്ടുള്ള ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഹീറ്റിംഗ് പോസിബിൾ ആണ്. അതായത് എല്ലായിടത്തും എല്ലാ ഭാഗത്തേക്കും ഒരേ തോതിൽ ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, ബോട്ടം റൗണ്ട് ആയിട്ടുള്ള അടിഭാഗം റൗണ്ട് ആയിട്ടുള്ള ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ടെസ്റ്റ് ട്യൂബാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്തു. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ആരാ, അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ആണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അതിനെ ഹീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്തെടുക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് 3 പ്രൊഡക്റ്റുകളാണ് കിട്ടുക. 3 പ്രൊഡക്റ്റാണ് ഇവിടെ ഉണ്ടാവുന്നത്. കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവും, അമോണിയ ഉണ്ടാവും, അതേപോലെ വാട്ടർ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും, കാൽഷ്യം ക്ലോറൈഡ്, അമോണിയ, വാട്ടർ. ഇതിൽ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ആള് സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിലാണ്. അപ്പോൾ അത് എവിടെ തന്നെ നിൽക്കും, ഈ ബീക്കറിൽ തന്നെ അല്ല സോറി ടെസ്റ്റ് ട്യൂബിൽ തന്നെ ഇരിക്കും. ബാക്കി ആരൊക്കെ ഉണ്ട്, അമോണിയ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഈ അമോണിയ അതെ വാട്ടറും അതെ ഗ്യാസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ആയിരിക്കും. ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അമോണിയയും വാട്ടറും കൂടെ ഒരുമിച്ച് ഈ ട്യൂബിൽ കൂടെ ഇങ്ങോട്ട് വരും. ഇതാണ് ഇനി നമ്മൾ പറയുന്നത് ഡ്രൈയിങ് ടവർ എന്നാണ്. എന്താ പറയാ, ഡ്രൈയിങ് ടവർ. എന്തിനാ ഡ്രൈയിങ് ടവർ യൂസ് ചെയ്യുന്നത്? ഈ ഡ്രൈയിങ് ടവർ എന്ന് പറയുന്നത് അതൊരു കണ്ടെയ്നർ ആണ് കേട്ടോ, ഒരു കണ്ടെയ്നർ ആണ്. ആ കണ്ടെയ്നറിൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്? ഇത് നോക്കിയേ, ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയാണ്. നമ്മൾ അമോണിയനാണ് ഉണ്ടാക്കണേ, നമുക്ക് അമോണിയനെ മാത്രം മതി. പക്ഷേ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുള്ളത് ആരൊക്കെയാണ്, അമോണിയ ഉണ്ട്, വാട്ടർ ഉണ്ട്. വെള്ളത്തിന് നമുക്ക് ആവശ്യം ഇല്ല. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഡ്രൈയിങ് ടവറിൽ കൂടെ കടത്തി വിടുന്നത്. ആലോചിച്ചാൽ മതി. ഡ്രൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, ഉണക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം, ടു റിമൂവ് വാട്ടർ, വെള്ളത്തിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഡ്രൈയിങ് ടവറിൽ കൂടെ കടത്തി വിടുന്നത്. ഡ്രൈയിങ് ടവർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടെയ്നറാണ്, ഒരു പാത്രമാണ്. അതിൽ ആരുണ്ട്, കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, CaO ഉണ്ട്. ഈ കാൽഷ്യം ഓക്സൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്. കാൽഷ്യം ഓക്സൈഡിന് വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഡ്രൈയിങ് ഏജന്റ് എന്നാണ് കേട്ടോ. ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ പറയുന്ന പേരാണിത് ഡ്രൈയിങ് ഏജന്റ്. മലയാളത്തിൽ നിർജ്ജലീകാരി എന്ന് വിളിക്കും. ഡ്രൈയിങ് ഏജന്റ് മലയാളത്തിൽ നിർജ്ജലീകാരി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ കാൽഷ്യം ഓക്സൈഡ് ആക്ട് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. അപ്പോൾ നമ്മുടെ വെള്ളവും അതേപോലെ നമ്മുടെ വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടറും വേപ്പർ സ്റ്റേറ്റിലുള്ള അമോണിയയും കൂടെ ഒരുമിച്ച് ഈ ഡ്രൈയിങ് ടവറിലേക്ക് പോകും. അതിൽ നിന്ന് പുറത്തേക്ക് ആര് മാത്രം വരുള്ളൂ, അമോണിയ മാത്രം വരുള്ളൂ അല്ലേ. കാരണം വേപ്പർ സ്റ്റേറ്റിലുള്ള വാട്ടറിനെ ആര് അബ്സോർബ് ചെയ്യും, ഡ്രൈയിങ് ഏജന്റ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയേ, നമ്മളിവിടെ അമോണിയനെ കളക്ട് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിലാണ്, തല കീഴാക്കി വെച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണ്. എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ അമോണിയയ്ക്ക് എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന്, എന്തൊക്കെയാണ് റിയാക്റ്റൻസ്, ഏതൊക്കെയാ, അമോണിയം ക്ലോറൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവണേ, എന്തൊക്കെ ഉൽപ്പന്നമാണ് നമുക്ക് കിട്ടുന്നത്, 3 എണ്ണം. കാൽഷ്യം ക്ലോറൈഡ്, അമോണിയ, വാട്ടർ. ഇതിൽ അമോണിയയും വാട്ടറും കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തിന് കാൽഷ്യം ഓക്സൈഡിൽ കൂടെ നമ്മൾ ഇവരെ കടത്തി വിടുന്നു, ടു റിമൂവ് വാട്ടർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ വേപ്പർ സ്റ്റേറ്റ്. വേപ്പർ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ നീരാവി ആയിട്ടുള്ള വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം ഓക്സൈഡിൽ കൂടെ നമ്മൾ കടത്തി വിടുന്നത്. ഇനി കാൽഷ്യം ഓക്സൈഡ് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, കാൽഷ്യം ഓക്സൈഡ് ആക്ട് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. കാൽഷ്യം ഓക്സൈഡ് ഒരു നിർജ്ജലീകാരിയായിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് അമോണിയനെ നമ്മൾ ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്നു? അമോണിയയ്ക്ക് എയറിനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ്. പിന്നെ ഇവിടുന്ന് അമോണിയയുടെ 1-2 പ്രോപ്പർട്ടീസും കൂടെ ഞാൻ പറഞ്ഞുതരാം. അമോണിയയ്ക്ക് കളറില്ല,
നിറമില്ലാത്തൊരു സാധനമാണ് അമോണിയ എന്ന് പറയുന്നത്, നിറമില്ലാത്തൊരു വാതകമാണ്. പിന്നെ ഇതിന് പഞ്ചന്റ് സ്മെല്ലാണ്, വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധമാണ്. ഇറ്റ് ഈസ് ഹൈലി സോളുബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരെ പെട്ടെന്ന് ലയിച്ചു ചേരുന്ന ഒരു വാതകമാണ് ആര്, അമോണിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പറഞ്ഞു കാൽഷ്യം ഓക്സൈഡ് ഒരു ഡ്രൈയിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് നമ്മളിവിടെ കാൽഷ്യം ഓക്സൈഡിന് യൂസ് ചെയ്തു, എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡിന് യൂസ് ചെയ്തില്ല? ശ്രദ്ധിച്ചിരിക്കുക, എന്താ കാരണം? ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതേപോലെ അമോണിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എന്ത്, ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ അതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പം നമുക്കിവിടെ വേണ്ടത് അമോണിയ ആണെങ്കിലും അവിടെ നമുക്ക് കിട്ടുക അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു സോൾട്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ആരെയാണ്? അമോണിയനാണ്. അപ്പോൾ നമ്മൾ ഡ്രൈയിങ് ഏജന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഉണ്ടാവുന്നത് ബേസിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ ഡ്രൈയിങ് ഏജന്റ് നേച്ചറും ബേസിക് നേച്ചർ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാവുന്ന സബ്സ്റ്റൻസ് അസിഡിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ നിർജ്ജലീകാരി എന്ന് പറയുന്നത് അസിഡിക് നേച്ചറുള്ളത് ആയിരിക്കണം. ഓക്കെ, ഈ ഭാഗത്ത് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയയും ലിക്വർ അമോണിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ആലോചിക്കുക, എന്താ ലിക്വർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ലിക്വർ എങ്ങനെ നമ്മൾ സാധാരണ കുടിക്കണേ? വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടല്ലേ. അതേപോലെ അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് വെള്ളത്തിൽ വളരെയധികം സോളുബിൾ ആണ്, വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്ന ഒരു ഗ്യാസ് ആണ് ആര്? അമോണിയ. അപ്പോൾ ഈ അമോണിയനെ വെള്ളത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വളരെയധികം ഗാഢതയുള്ള അമോണിയയുടെ ഒരു സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വർ അമോണിയ എന്ന് പറയുന്നത്. അമോണിയയുടെ സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വർ അമോണിയ എന്ന് പറയണേ. ഈ ലിക്വർ അമോണിയയുടെ കെമിക്കൽ ഫോർമുല എപ്പോഴും ചോദിക്കാറുണ്ട്, അത് NH4OH എന്നാണ് കേട്ടോ. ലിക്വർ അമോണിയയുടെ കെമിക്കൽ ഫോർമുലയാണ് NH4OH. അപ്പം എന്താണ് ലിക്വർ അമോണിയ? അമോണിയനെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കിട്ടുന്ന അമോണിയയുടെ വളരെയധികം ഗാഢതയുള്ള ഒരു സൊല്യൂഷനാണ് എന്ത്? ലിക്വർ അമോണിയ. ഓക്കെ, അടുത്ത ടേമാണ് ലിക്വിഡ് അമോണിയ. അടുത്ത ടേമാണ് ലിക്വിഡ് അമോണിയ. എന്താണ് ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ? ലിക്വിഫൈഡ് ആയിട്ടുള്ള അമോണിയ, അതായത് പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അമോണിയനെ നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രഷർ കൂട്ടുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. പ്രഷർ കൂട്ടുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അമോണിയനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ ലിക്വിഫൈ ചെയ്ത അമോണിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വിഡ് അമോണിയ എന്ന് പറയണത്. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ആണ്. പിന്നെ അമോണിയയുടെ കുറച്ച് പ്രോപ്പർട്ടീസും ലിക്വർ അമോണിയയും ലിക്വിഡ് അമോണിയയും തമ്മിലുള്ള വ്യത്യാസമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.